എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ തുടക്കം നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അതേ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഒരു അഡ്വക്കേറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിനാണ്. അതായത് 5 കൊല്ലം മുൻപ് റിമാൻഡിൽ ഇറങ്ങിയതിന് ശേഷം 2 മാസത്തിന് മുമ്പേ പുള്ളി എടുത്തൊരു വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോ ഇത്രയും നാളും, അതായത് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് കോടതിയിൽ നടക്കുന്ന ടൈമിലാണെങ്കിലും അതുപോലെ തന്നെ വിധി വന്ന സമയത്ത് ഒന്നും ഇത് അപ്ലോഡ് ചെയ്യാതെ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ആൾക്കാർ കമൻറ്റ് സെക്ഷൻ സഹിതം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയ്ക്കകത്ത് മാർട്ടിൻ പറയുന്നത് ഭാവന, അതുപോലെ തന്നെ ലാല്, രമ്യ നമ്പീശൻ, മഞ്ജു വാര്യർ എന്നിവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ആസൂത്രിത പരിപാടി ഉണ്ടാക്കിയത് എന്നാണ്. അതായത് ഭാവനയുടെ വീട്ടിൽ നിന്ന് ലാലിൻ്റെ വീട് വരെയുള്ള സമയത്ത് കാറിൽ ഒരു നഗ്നതാ വീഡിയോസ് എടുക്കുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പൾസർ സുനിയാണെങ്കിലും എല്ലാവരും കൂടെ കരുതിക്കൂട്ടി ചെയ്തൊരു നാടകം മാത്രമാണ്. അതും ദിലീപിനെ തകർക്കാൻ വേണ്ടിയും ദിലീപ് ഈ സിനിമ ഫീൽഡിൽ നിന്ന് പുറത്താക്കാനും ഭാവനയുടെ ഏറ്റവും അവസാനം കരഞ്ഞു ഭാവനയുടെ കാല് പിടിക്കുന്നൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് ദിലീപിനെ എത്തിക്കണമെന്ന ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ സഹിതം പുറത്തു വിട്ടതും എല്ലാം എന്നാണ് മാർട്ടിൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആൾക്കാർ നമുക്ക് ഏറ്റവും അതിശയിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാർട്ടിൻ്റെ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്താണ് ആൾക്കാർ മുൻനിരയിൽ വന്നിരിക്കുന്നത്. കാരണം എല്ലാ ആൾക്കാരും അതിജീവതയ്ക്കൊപ്പമല്ല, ദിലീപിനൊപ്പം മാത്രമാണ് എല്ലാ ആൾക്കാരും നിന്ന് സംസാരിക്കുന്നതുമെല്ലാം. അതാണ് ഈ വീഡിയോയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം പല ആൾക്കാരും പറയുന്നത് ലാലിനിട്ട് 2 എണ്ണം കൊടുത്താൽ തന്നെ സത്യം പുറത്തു വരുമെന്ന്, ലാലിനൊക്കെ എതിരായി സംസാരിക്കുന്നത്. പക്ഷേ ഈ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി സ്ക്രിപ്റ്റഡായിട്ട് എഴുതുകയാണോ അല്ലെങ്കിൽ നോക്കിയിരുന്ന് വായിക്കുകയാണോ എന്ന തരത്തിലുള്ള കമൻറ്റുകളും രംഗത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാർട്ടിൻ ഈ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ ഒരു ഭയങ്കര സ്ക്രിപ്റ്റഡായിട്ട് രചിച്ചെടുത്ത പോലെ നടി പുതിയ അപ്പീലുമായിട്ട് മുന്നോട്ട് പോകുമെന്നറിഞ്ഞപ്പോൾ ദിലീപിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ ഈ വീഡിയോ ഇപ്പോൾ പുറത്തു വിട്ടത് എന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇപ്പോഴും പറയുക, കുറേ ആൾക്കാർ ഇപ്പോഴും നെഗറ്റീവ് കമൻറ്റ് തന്നെയാണ്, ദിലീപിനൊപ്പമാണ് എന്ന് തന്നെ കമൻറ്റ് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിജീവതയ്ക്കൊപ്പം തന്നെയാണ് ഞങ്ങളെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നത്. പക്ഷേ കരുതി കൂട്ടിയത് തന്നെ, കാരണം അതിജീവതനെ അത്രയും സപ്പോർട്ട് ചെയ്ത വ്യക്തികളുടെ പേര് മാത്രം എടുത്തിട്ടാണ് ഇവർ ഈ വീഡിയോയ്ക്കകത്ത് പ്രത്യേകം പറയുന്നത്. ഇവർ ആസൂത്രിതം ചെയ്ത ഒരു കാര്യം. കാരണം ലാലാണെങ്കിലും രമ്യ നമ്പീശനാണെങ്കിലും മഞ്ജു വാര്യരാണെങ്കിലും എല്ലാവരും ആ സമയത്ത് അതിജീവതയെ അത്രയും അധികം സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അവരുടെ പേര് തന്നെ എടുത്ത് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിലിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിൻ്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യറും രമ്യ നമ്പീശനും ഭാവനയും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഇതിന്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിന്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിന്റെ വീട്ടിൽ നിന്നാണ് എന്നെ XCV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം, പോരാത്തതിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, നടിക്ക് നിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി ചോദിച്ചു പോയാൽ അതെന്നും പറഞ്ഞ് ഫോൺ നമ്പർ നിന്ന് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി പാലിയേക്കര അവർ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. ഇതിനുശേഷം പാലിയേക്കര ടോൾ എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ചു ചോദിച്ച് വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു. നടിയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. എന്നോട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. ഭാവനയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച്. അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർ പോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി കാർ പോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും ഭാവനയുടെ അമ്മ വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. നടി വന്ന് വണ്ടിയുടെ സൈഡിൽ ഡോറിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തു. മാർട്ടിൻ എന്നല്ലേ നിന്റെ പേര്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ ഡ്രൈവറാ വിടുന്നുണ്ടെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതെ, ലാൽ ക്രിയേഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു.
ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ മേഡത്തിന് തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാറ്റിന് ആ പറഞ്ഞനുസരിച്ച് ഫോൺ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു. അവിടെ എന്നെ മാറ്റി വെച്ചിട്ട് കയറ്റി പിടിച്ചിട്ട് എന്നെ 2 കുലുക്കിട്ട് പറഞ്ഞു കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറെ ഭീഷണിപ്പെടുത്തി. ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു. സ്മോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, സ്മോളിന്റെ മണം ഉണ്ടായിരുന്നു പുള്ളിയുടെ വായിന്ന്. ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു 3 വെള്ള പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിച്ചായിരുന്നു. ഇത് നീ എൻ്റെ ഇന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചെന്നുള്ള തെളിവാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് സാറേ എന്താ ഇപ്പൊ തന്നെ എന്നെ മോമ്പി കയറ്റി അടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫും വേറൊരു 3-4 പേരും അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല, കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. ഒരു 3-4 മിനിറ്റിന് ശേഷം ലാലി ഫോൺ എടുത്ത് DGP ലോകനാഥ് ബെഹ്റയെ വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ വേനും ഇവിടെ ഉണ്ടെന്ന് മാത്രം പറയണം, ഞാൻ കേട്ടായിരുന്നു കുറച്ച് നീങ്ങിന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങാണ്ടായിരുന്നു. പുള്ളി അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയില വന്നായിരുന്നു, യൂണിഫോം ഒന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്താണ് മാറ്റി സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പുള്ളി ഇതൊന്നും ക്ലിയർ അല്ല, മാറ്റിന്റെ ഫോൺ എവിടെയാന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ ഫോൺ ഐഡിയില്ല, അപ്പൊ അവരുടെ ഇല്ല. അപ്പൊ അവര് പുള്ളി അത് വിശ്വസിക്കാത്ത രീതിയിൽ മാറ്റിക്കൊണ്ട് വന്നേ. മാറ്റിന്റെ